ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു ഫോണിൽ. ഇപ്പൊ പ്രാർത്ഥനാ വിഷയം ചോദിച്ചോ പറഞ്ഞു, ദേവദാസനെ ക്യാൻസർ വന്ന് എനിക്ക് 4ാമത്തെ സ്റ്റേജാണ്. എത്രാമത്തെ സ്റ്റേജ്? 4ാമത്തെ. ഇനി ഒരു സ്റ്റേജ് ഇല്ല, 4ാമത്തെ സ്റ്റേജാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ വിളിച്ചതിൻ്റെ കാര്യം കേട്ട് കരഞ്ഞുപോയി. എന്താണെന്നറിയാമോ? എനിക്ക് ക്യാൻസർ വന്ന് 4ാമത്തെ സ്റ്റേജാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ പറഞ്ഞ ഒരു പ്രസ്താവന ഭയങ്കര ഹൃദയം പൊട്ടിപ്പോയി. പറഞ്ഞെന്താണെന്ന് അറിയുമോ? എനിക്കൊന്ന് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊന്നും വരാതെ നമ്മളെ കർത്താവ് സൂക്ഷിച്ചെങ്കിൽ കർത്താവിന് നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴിയണം. ആമേൻ. ഞാൻ താമസിക്കുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന് അടുത്താണ്, മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിന് അടുത്താണ്. ഞങ്ങളുടെ വീടിന് അടുത്താണ് RCC എന്ന് പറഞ്ഞ ആശുപത്രികൾ. എല്ലാവരും കേട്ടിട്ടുണ്ട് RCC, അറിയാമല്ലോ. ഞങ്ങൾ എന്ന് കാണുന്ന കാഴ്ച, കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്ന പ്രായം വരെ ഉള്ളവർ കീമോതെറാപ്പി കഴിഞ്ഞ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്, ടാക്സി വിളിക്കാൻ. പക്ഷെ അവരുടെ ചിന്ത എന്താണെന്ന് അറിയാമോ? എൻ്റെ മരണം അടുത്ത സെക്കൻഡിലാണോ, എൻ്റെ മരണം അടുത്ത മണിക്കൂറിലാണോ, എൻ്റെ മരണം അടുത്ത മാസമാണോ? ഞാൻ പറഞ്ഞത് മണിക്കൂറുകളും നിമിഷങ്ങളും എണ്ണി കഴിയുന്ന കോടാനുകോടി ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങൾ അവിടെ ചെന്നാൽ കാണാം. എന്നാൽ ആരോഗ്യവും ആയുസ്സും നമ്മുടെ ഈ ചെറുപ്പക്കാരെ കുഞ്ഞുങ്ങൾക്ക് തന്നെങ്കിൽ അത് ദൈവത്തിന് കൊടുക്കാൻ കഴിയണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും കൈയടിക്കണ്ട, ഞാനിവിടെ കിടന്ന് ചാടിയിട്ട് നിങ്ങൾ ആരും ചാടണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊന്നും എൻ്റെ കഴിവും എടുക്കുമൊന്നുമില്ല, എൻ്റെ ക്രിസ്തുവിൻ്റെ ദയാണ് എന്നോടുള്ള. ഇനിയെങ്കിൽ നിങ്ങൾ കൈയടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്നെല്ലാവരും കൈയടിച്ചു. എല്ലാവരും